പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശാരീരിക രക്ഷയും ആത്മരക്ഷയും ഒരുപോലെ നൽകുന്ന ഒരു ദൈവം. പലപ്പോഴും നമുക്ക് ശാരീരികമായ ഒരു സൗഖ്യമോ ഒരു വിടുതലോ ഒരു അനുഗ്രഹമോ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ആത്മീയമായ തലത്തിലേക്ക് നമ്മൾ കർത്താവിൻ്റെ കൂടെ അവനെ കണ്ട് അനുഭവിച്ച് കടന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും, കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കെല്ലാം കാരണം യേശു ദൈവമാണെന്ന് എല്ലാ മനുഷ്യരും അറിയണം എന്നതുകൊണ്ടാണ് അത്ഭുതങ്ങളെ ദൈവം കാണിച്ചു കൊടുത്തത്, വചനത്തെ സ്ഥിരീകരിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ആത്മീയമായ ഒരു വലിയ തലത്തിലേക്ക് ദൈവത്തിന്റെ മക്കൾ ഉയർന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, 4 പേർ ചേർന്ന് കവർന്നഹൂമിലെ ഒരു ഭവനത്തിലേക്ക് ഇതാ തളർവാദ രോഗിയുമായി കടന്നു പോകുന്നു. ചിലപ്പോൾ ചിലർ പറയും അത് പത്രോസിന്റെ വീടാണ്, അല്ലെങ്കിൽ ചിലർ പറയും അത് യേശുവിന്റെ വീടാണ്. ആരുടെയെങ്കിലും വീടായിക്കൊള്ളട്ടെ, യേശു ഉള്ള ഒരു ഭവനം, അതാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ള കാര്യം. യേശു ഉള്ള ഭവനം, ആരുടെ വീടാണെങ്കിലും യേശുവിനെ കൈക്കൊണ്ടാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരും. മാർത്തയും മറിയത്തെയും കണ്ടാൽ, മാർത്ത യേശുവിനെ ഭവനത്തിൽ കൂട്ടി, മറിയ യേശുവിന്റെ പാദത്തിന്റെ ചുവട്ടിലിരുന്നു. ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. മരിച്ച് 4 ദിവസമായ ലാസർ എഴുന്നേറ്റ് വരാൻ ഇടവരാൻ കാരണം, യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ പാദത്തിലിരുന്ന് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തെ കേട്ട് അവൻ പറയുന്നത് അനുസരിച്ച് അവന്റെ കൂടത്തിൽ കടന്നു ചെന്നപ്പോൾ, വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള വചനം, പലപ്പോഴും അത് ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ വീട്ടിൽ സ്വീകരിച്ച, എൻ്റെ വീടേതാ? എൻ്റെ ശരീരം, എൻ്റെ ഹൃദയം, എൻ്റെ ഉള്ളിൽ യേശുവിനെ സ്വീകരിച്ചാൽ അവിടെ വലിയ അത്ഭുത പ്രവൃത്തികൾ കാണാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുമ്പോൾ, കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത ഒരു സഹോദരി, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ കണ്ണിന് നല്ലൊരു സൗഖ്യം ദൈവം തരുന്നു, നല്ലൊരു കാഴ്ചയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു. ഞാൻ പറയാം, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നതൊക്കെയും നൽകുമെന്ന് കർത്താവ് പറഞ്ഞത് ഒരു രോഗസൗഖ്യത്തിലൂടെ നമ്മൾ തൃപ്തി അടയാനല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ചുവട് ഒരു പടി കൂടി ഉയരുവാനും യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുത്ത് സ്വീകരിക്കുവാനുമാണ്. എൻ്റെ ഭവനത്തിൽ തന്നെ എൻ്റെ ഡാഡിക്ക് പാൻക്രിയാസിന്റെ ഉള്ളിൽ 75ഓളം കല്ലുകളുള്ളപ്പോൾ അതിനെ കർത്താവ് പ്രാർത്ഥനയാൽ സൗഖ്യപ്പെടുത്തി. കർത്താവ് സുഖപ്പെടുത്തിയ ആ കല്ലുകൾ പൊടിച്ചു കളഞ്ഞപ്പോൾ ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെടുത്ത് 2ാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കല്ലുകളെല്ലാം അപ്രത്യക്ഷമായിപ്പോയി. ഇതെന്തിനു വേണ്ടിയായിരുന്നു കർത്താവ് അങ്ങനെ ചെയ്തത്? ദൈവം ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, യേശു ദൈവമാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. അവൻ സൗഖ്യദായകനും രക്ഷിതാവുമാണെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വസിച്ച് കടന്നു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സൗഖ്യപ്പെട്ടവരെല്ലാവരും കർത്താവിൻ്റെ കൂടെ വരുമോ? അങ്ങനെയാണെങ്കിൽ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ കൂടെ സൗഖ്യം അനുഭവിക്കാൻ വേണ്ടി കടന്നു വന്നു. കുഷ്ഠൻ മാറിയിട്ട് അതിൽ വിജാതീയനായ ഒരു മനുഷ്യൻ മാത്രമേ തിരിച്ചു വന്നെങ്കിൽ, പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണം, എത്ര പേർക്കാ കർത്താവ് സൗഖ്യം കൊടുക്കുന്നത്.
നന്ദിയോടെ തിരിച്ചു വരുന്നത് എത്ര പേരാ ഉള്ളത്? ശാരീരികമായ രക്ഷ മാത്രം അനുഭവിച്ച് സ്വന്തം അനുഭവിച്ച് കടന്നു പോകാനല്ല, ആത്മരക്ഷയും കൂടെ പ്രാപിച്ച് കർത്താവിന്റെ കൂടെ പോകുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്? കർത്താവ് സൗഖ്യം തരാത്ത ദൈവമാണ്. ഇന്ന് രോഗശാന്തിയൊന്നും വേണ്ട, ഭൂതശാന്തിയൊന്നും വേണ്ട, അനുഗ്രഹങ്ങളൊന്നും വേണ്ട എന്നല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എൻ്റെ ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി നാഥനായി സ്വീകരിച്ച് അവന്റെ കൂടെ ജീവിക്കേണ്ടതിനാണ്. അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് എന്നെ കാണിച്ചു തരിക. ഇത് വേണ്ട എന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കാതെ നടക്കാൻ വേണ്ടിയല്ല. ഇത് നമുക്ക് വേണമെന്നേ. പ്രവചനം വേണം, ദർശനം വേണം, വെളിപ്പാട് വേണം, വ്യാഖ്യാനം വേണം, അന്യഭാഷ വേണം, ദൈവകൃപകളെല്ലാം പ്രാപിച്ചു വേണം. അവന്റെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ ആത്മീയ വർധനവ് വേണമെങ്കിൽ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിച്ചും പ്രാർത്ഥിച്ചും പോകണം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തരുന്നുണ്ടെങ്കിൽ അത് ശാരീരികമായ ഒരു സൗഖ്യമോ രക്ഷയോ മാത്രമല്ല, ആത്മീയമായി ഒന്നും കൂടെ ശക്തിപ്പെടുവാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു എങ്കിൽ ആ അനുഭവത്തിലേക്ക് എന്നെയും കർത്താവെ നീ കൂട്ടിച്ചേർക്കണമേ, നയിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് അവന്റെ കൂടെ ഈ വചനത്തിലോട് കൂടിയിരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇതാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, കർത്താവേ നിന്റെ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്റെ ആത്മാ പ്രവൃത്തി വെളിപ്പെടുവാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാനും ഇന്ന് നീ ഞങ്ങളെ ഇടയാക്കണം, ഞങ്ങളെ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.